ദുർഗാ വിശ്വനാഥിന്റെ ഗാനമേള കേട്ടോണ്ട് വന്നപ്പോഴാണ് അൽത്താഫ് വന്നിട്ട് പറഞ്ഞത് വിശക്കുന്നടാ വാ എന്തെങ്കിലും കഴിക്കാൻ പോകാന്ന്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്ത് ഗാനമേള, നേരെ വണ്ടി എടുത്തു. ഓണമായതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാം ഓണത്തിന്റെ വമ്പൻ പരിപാടികളാണ് നടക്കുന്നത്. നാരകമ്പുഴയിലാണെങ്കിൽ നാളെ ഗാനമേളയുണ്ട്, അതിന്റെ പരിപാടികളാണ് ഈ കാണുന്നത്. ഞങ്ങൾ നേരെ 35-ന് വണ്ടി വിട്ടു. കൊക്കയാറിൽ നിന്ന് 35-ലോട്ട് പോകുന്ന വഴിക്കിതേ ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. റോഡിന്റെ നടുക്ക പശുക്കളൊക്കെ കയറി കിടക്കുന്നത്. ഈ റോഡിന്റെ ഒട്ടുമിക്ക സൈഡുകളിലും പശുക്കൾ കിടപ്പുണ്ട്. അങ്ങനെ 35-ാം മൈലെത്തി തൊട്ടടുത്ത് കണ്ട ഒരു ചായക്കടയിലോട്ട് വണ്ടി ഒതുക്കി. എന്നാ പിന്നെ അവിടെ കയറി കഴിച്ചേക്കാന്ന് വെച്ചു. അവിടുന്ന് നേരെ നോക്കിയപ്പോ ഇതേ ഇവിടെയും ഗാനമേള. എല്ലായിടത്തും ഓണത്തിന്റെ പരിപാടി നടക്കുമല്ലേ. ഞങ്ങളെല്ലാം കൂടെ നേരെ കടയിലോട്ട് കയറി. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായിട്ട് എത്തി കേട്ടോ. ആദ്യം തന്നെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് എത്തിയത്. തൊട്ടു പിറകെ എനിക്കുള്ള ദോശയും വന്നു. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി ദോശ, നല്ല ചൂട് ചമ്മന്തി, അതിൻ്റെ കൂടെ മുളക് ചമ്മന്തി, പിന്നെ കൂടെ സൈഡ് പിടിക്കാനായിട്ട് ചിക്കൻ ഫ്രൈയും. ഇതും പോരാഞ്ഞിട്ട് എല്ലാവർക്കും ഓംപ്ലേറ്റ് കൂടെ പറഞ്ഞു. ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഫുഡ് ഇടിയിലോട്ട് മാറും, അതാണ് പതിവ്. എന്തായാലും നല്ല അടിപൊളി ഫുഡ് തന്നെ ഇവിടത്തെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ലെമൺ ടീയും കൂടെ പറഞ്ഞു. ലെമൺ ടീയും കുടിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഗാനമേള കേട്ടോണ്ടിരുന്ന ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത് അൽത്താഫ് ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് തന്നെ ബില്ലും കൊടുപ്പിച്ചു. ഇനിയിപ്പം ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്. വയറും മനസ്സും നിറഞ്ഞില്ലേ? എല്ലാം നിറഞ്ഞില്ലേ? മഴ കയറുന്നു. വേഗം